കുറുക്കു വഴികളിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ പറ്റില്ല. കുറുക്കു വഴികളിലൂടെ വിജയിക്കാൻ പറ്റില്ല. വേദപുസ്തകത്തിൽ കുറുക്കു വഴികളിലൂടെ വിജയിക്കാൻ ശ്രമിച്ച ഒരു മിടുക്കനായിരുന്നു യാക്കോബ്. പക്ഷേ ആ മനുഷ്യൻ എങ്ങും എത്താൻ പറ്റിയില്ല, തകർന്നുപോയി. അങ്ങനെ എല്ലാം തകർന്ന് തരിപ്പണമായി വീടും നാടും എല്ലാം വിട്ട് ഒരു മലയുടെ മേളിൽ കയറി വന്നപ്പോൾ പുള്ളിക്ക് ഭയങ്കര ക്ഷീണമായി. അവിടെ കിടന്ന ഒരു കൊച്ചു പാറക്കല്ലെടുത്ത് തലയണയായി അതിന് പകരം തല ചായ്ക്കാൻ എടുത്തു വെച്ച് ആ സ്ഥലത്ത് കിടക്കുമ്പോൾ ആ രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ മനുഷ്യൻ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി, അതിൽ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങി വരികയും ചെയ്യുന്ന ഒരു കാഴ്ച. ആ സ്വപ്നം കണ്ട് ഉണർന്നു കഴിഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയങ്കരമാണ്. കാരണം അതൊരു ഡ്രീം മാത്രമായിരുന്നില്ല, തന്നെ സംബന്ധിച്ച് അതൊരു എൻകൗണ്ടർ ആയിരുന്നു. തന്റെ ബോഡിയിൽ, തന്റെ ശരീരത്തിൽ തനിക്കത് ഫീൽ ചെയ്യാൻ കഴിയും. ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ഒരു കല്ലെടുത്ത് അവിടെ വെച്ചു, അതിന്റെ മേൽ എണ്ണ ഒഴിച്ചു, അവനൊരു ചെറിയ യാഗപീഠം പോലെ അവിടെ ഉണ്ടാക്കി. ആ ദൈവ സാന്നിധ്യത്തിൽ യാക്കോബ് ആ സ്ഥലത്തിന് ബേഥേൽ എന്ന പേർ വിളിച്ചു.